വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും വിശേഷങ്ങളൊക്കെ പറയുന്നത് നമുക്ക് ഇങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞൊക്കെ ഇരിക്കും. കുറച്ച് ഉത്തരമൊക്കെ പറയാല്ലേ, കുറച്ച് പേരൊക്കെ കുറച്ച് ഉത്തരം പറഞ്ഞൊന്നും കുഴപ്പമില്ലല്ലോ. അങ്ങനെ അപ്പോൾ നമുക്കിത് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ മിക്കവർക്കും നല്ല നമ്മൾ നോർമൽ വീഡിയോസിനെക്കാട്ടിലും ഹോൾ വീഡിയോസ് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് പേർക്ക് ഇൻട്രസ്റ്റ് കൂടുതലാണെന്ന് തോന്നുന്നു. ഈ ഹോൾ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ടൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് തോന്നുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് ഹോൾ വീഡിയോസിനാണ് കൂടുതൽ ഇൻട്രസ്റ്റ് എന്ന് മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഞാൻ മീഷോന്ന് കുറച്ച് ടോപ്സ് വാങ്ങിച്ചായിരുന്നു കേട്ടോ. ടോപ്സ് വാങ്ങിയിട്ട് കുറച്ച് നാളായി. ഞാൻ വാങ്ങുമ്പോഴത്തേക്ക് വില, ക്വാളിറ്റി, പിന്നെ നമ്മുടെ എപ്പോഴും കാണാത്ത നമ്മുടെ യൂണിക് പീസസ് അങ്ങനത്തെ ടൈപ്പുകളാണ് ഞാൻ കൂടുതൽ വാങ്ങാറ്. കാരണം ഞാൻ മിക്ക ഡ്രസ്സ് ഇടുമ്പോഴത്തേക്ക് മിക്കവരും ചോദിക്കും എവിടെ നിന്നാണ് എന്ന് ചോദിക്കും. പക്ഷെ ചിലർ ഇടുമ്പോഴത്തേക്ക് ഇത് മീഷോ നല്ലേ, ഇന്നടുത്ത് നല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇടുമ്പോൾ മിക്കവർക്കും എവിടെ നിന്നാ വാങ്ങിയേ എന്ന് എൻ്റെ താരം ഇങ്ങനെ മീഷോ നല്ലേ എന്ന് കൂടുതൽ പേര് അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. കാരണം ഞാൻ അങ്ങനെ തന്നെ സെലക്ട് ചെയ്യുന്ന ഡ്രസ്സുകൾ വരുമ്പോഴത്തേക്ക് ഞാനിങ്ങനെ എല്ലാവരും കാണുന്ന ടൈപ്പ് അങ്ങനെ ഞാൻ അങ്ങനെ വാങ്ങാറില്ല കേട്ടോ. എനിക്കങ്ങനെ ഇന്നടുത്ത് നല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് ഞാൻ എടുക്കുമ്പോഴത്തേക്കും ഞാൻ വാങ്ങുമ്പോഴത്തേക്കാണെങ്കിൽ എൻ്റെ ഡ്രസ്സുകൾ എപ്പോഴും യുണിക് ആയിരിക്കണം, എൻ്റെ സ്റ്റൈലുകൾ എപ്പോഴത്തേക്കും യുണിക് ആയിരിക്കണം എന്ന് ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ് കേട്ടോ. ഞാൻ എല്ലാവർക്കും അങ്ങനെയെന്ന് അറിയത്തില്ല, എനിക്ക് അങ്ങനെയാണ് കേട്ടോ. ഞാനിങ്ങനെ എല്ലാവരും വാങ്ങുന്നത് അങ്ങനെ ഞാൻ വാങ്ങാറില്ല. അപ്പം അങ്ങനത്തെ കുറച്ച് ടോപ്സ് ഞാനിങ്ങനെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും റേറ്റ് വളരെ കുറവും, കാണുമ്പോഴത്തേക്ക് അത്യാവശ്യം റിച്ച്, അങ്ങനെ കാണുമ്പോൾ അത്യാവശ്യം കൊള്ളാമെന്ന് തോന്നുന്ന രീതിയിൽ കേട്ടോ. അപ്പം ഞാൻ വാങ്ങുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ വാങ്ങുന്ന റേറ്റ് എത്രയായിരിക്കും. എൻ്റെ കൂടുതൽ റേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് 300 കേട്ടോ. അതായത് നമ്മുടെ 300 രൂപ, അതാണ് എൻ്റെ കൂടുതൽ റേറ്റ്. അപ്പം അങ്ങനെ വാങ്ങുമ്പോഴത്തേക്കുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കുറേ ഡ്രസ്സുകൾ നമുക്ക് ഇടാം. മറ്റേത് നിങ്ങൾ കൂടിയ റേറ്റിന് വാങ്ങുകയാണെങ്കിൽ എനിക്ക് ഒരു ഡ്രസ്സിൽ തന്നെ ഇടാൻ പറ്റും, അതെപ്പോഴും നമുക്ക് ഇടാനും പറ്റത്തില്ലല്ലോ. നമുക്കിപ്പോൾ റേറ്റ് കുറവുള്ളത് വാങ്ങുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഡ്രസ്സിലിടാം. അതാണ് എൻ്റെ ഒരു പോളിസി കേട്ടോ. എൻ്റെ ഒരു രീതി നോക്കുമ്പോഴത്തേക്ക് അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കിടക്കാം കേട്ടോ. അപ്പോൾ മീഷോന്ന് ഞാൻ കുറച്ച്, അതായത് 300 രൂപയ്ക്ക് അകത്ത് തന്നെയാണ് കേട്ടോ. എല്ലാം വരുമ്പോഴത്തേക്കും 300 രൂപയ്ക്ക് അകത്ത് തന്നെയാണ്. അപ്പോൾ അതിനകത്ത് വെച്ചിട്ട് ഞാൻ കുറച്ച് ടോപ്സ് കാണിച്ചു. ഞാൻ വീഡിയോ ഇട്ടേക്കാം കേട്ടോ. ഞാൻ എൻ്റെ വീഡിയോ ഒക്കെ ഇവിടെ കൊടുത്തേക്ക് ഞാൻ ടോപ്സ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്കിന്ന് വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ. വായോ. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ അങ്ങനെ പക്ഷെ വലുതായിട്ട് അങ്ങനെ ഇട്ടിട്ടുമില്ല. അങ്ങനത്തെ വാങ്ങിയൊരു മോഡലാണ്. മീഷോ തന്നെയാണ് കേട്ടോ. ഇത് അങ്ങനെ കൂടുതൽ ഇട്ട് ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ആരും കണ്ടിട്ടില്ല. ഇത് ഇങ്ങനത്തെ ഒരു മോഡല് ഇട്ട് കണ്ടോ. നമ്മുടെ നല്ല പ്രിൻ്റൊക്കെ നല്ലൊരു പ്രിൻ്റൊക്കെ വരുന്ന ബാക്കിലാണെങ്കിലും നല്ല പ്രിൻ്റൊക്കെ നല്ല സുഖമാണ് കേട്ടോ. തുണിയാണെങ്കിലും പക്ഷെ നെക്ക് വരുമ്പോൾ ഇങ്ങനെ ഡീപ്പായിട്ട് ഇങ്ങനെ കയറി ഇങ്ങനെ ഇരിക്കുന്ന അങ്ങനെ ഒരു നെക്കാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ അടുത്തത് വരുമ്പോഴത്തേക്ക് ഒരു ഷിഫോൺ ടൈപ്പ്, ട്രാൻസ്പാരൻറ്റ് ടൈപ്പ് ഒരു ടോപ്പാണ് കേട്ടോ. ഇങ്ങനത്തെ ഒരു മോഡല് കണ്ടോ. ഫ്രണ്ടിൽ കുറച്ച് വർക്കൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ കുറച്ച് സീക്വൻസ് വർക്കൊക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആണെങ്കിലും സീക്വൻസ് വർക്ക് ഇങ്ങനൊരു ടോപ്പ് ഇവിടെ നല്ല ഭംഗിയുണ്ട്. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ എന്ന് പറഞ്ഞാൽ വേറെന്തെന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ തന്നെ ഒരു അകത്തിടാൻ വേണ്ടി ഒരു ഇന്നറും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതാണ് എനിക്ക് നല്ല അതിശയമുള്ളത്. നമുക്ക് ഈ റേറ്റിന് വാങ്ങുമ്പോഴത്തേക്ക് ഒരു ഇന്നറും കൂടെ കൊടുക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഒരു ഇന്നറും കൂടിയിട്ട് അവർ തരുന്നുണ്ട്. അപ്പോൾ അതൊരു നല്ല കാര്യമാണല്ലേ. നമ്മൾ ഈ ഒരു റേറ്റിന് വാങ്ങുമ്പോഴത്തേക്ക് ഇന്നറാണെങ്കിൽ നമുക്ക് വേറെ എന്ത് ഡ്രസ്സിൻ്റെ കൂടെ ഇടുകയും ചെയ്യാം. താഴെ ഒരു എലാസ്റ്റിക് ഇങ്ങനെ താഴെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ താഴെ ഒരു എലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാനിതിൻ്റെ എല്ലാം എൻ്റെ വീഡിയോ ഇടാണ് കേട്ടോ. ഇപ്പോൾ താഴെ ഒരു എലാസ്റ്റിക് അങ്ങനെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇടുമ്പോഴത്തേക്കാണ് നല്ല സുഖമായിട്ട് ഇങ്ങനെ നമുക്കിങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ കിടക്കും. അങ്ങനെ അടുത്ത ടോപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ മിക്കപ്പോഴും ഇട്ടിട്ട് പോകുമ്പോഴത്തേക്കും കുറച്ച് ഇതിപ്പോൾ ഇട്ടിട്ട് കുറച്ചായി ഇട്ടുകൊണ്ട് പോകുമ്പോഴത്തേക്കും എന്താ കട്ടൻ്റെ തുണിയാണോ എന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. കട്ടൻ്റെ തുണി വെച്ച് കെട്ടി തച്ചതാ എന്നൊക്കെ ഇങ്ങനെ ഒരു ടോപ്പാണ്. കാരണം നോക്കുമ്പോഴത്തേക്ക് കട്ടൻ തുണിയാണൊക്കെ തോന്നും കേട്ടോ ഇടയ്ക്ക് ചിലപ്പോൾ കാണുമ്പോൾ. ഇങ്ങനത്തെ ഒരു ടോപ്പ് ഇതെന്ന് പറഞ്ഞാൽ വളരെ അഫോർഡബിളായിട്ട് എനിക്ക് കിട്ടിയാണ്. 100 സംതിങ് അങ്ങനെയൊക്കെ കിട്ടിയതാണ് കേട്ടോ. അത്രയേ ഉള്ളൂ. പക്ഷെ അത് കട്ടൻ തുണിയാണ് ചോദിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ക്വാളിറ്റിയാണ്. ഈ ഒരു മെറ്റീരിയൽ ഇങ്ങനെ ഒരു വല്ലാത്തൊരു രീതിയിലായിരിക്കും. നമ്മൾ ഈ കട്ടനൊക്കെ പിടിക്കുമ്പോഴത്തേക്ക് എങ്ങനെയാണോ ആ ഒരു രീതിയിലാണ് കേട്ടോ ഇങ്ങനെ തോന്നണേ. അതുകൊണ്ടായിരിക്കാം ഒരു നമ്മുടെ സ്കർട്ടിൻ്റെ കൂടെയും ജീൻസിൻ്റെ കൂടെയൊക്കെ നന്നായിട്ട് ഇടാൻ പറ്റും കേട്ടോ. നമ്മൾ ആ വാങ്ങുന്ന റേറ്റിന് അടിപൊളിയാണ്. അപ്പോൾ അതങ്ങനെയാണ്. ഞാൻ കുറച്ച് ഇത് വാങ്ങിയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ റാൻഡം സെർച്ചിൽ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഒരു ടോപ്പ്. അപ്പം ഞാനിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ റെഡ് കളർ ടോപ്പ് അല്ല എന്ന് വിചാരിച്ചിട്ട് ഇട്ടു. എന്നാലും പിന്നീട് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും വാങ്ങി നോക്കാം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ റിട്ടേൺ ചെയ്യാലോ എന്ന രീതിയിൽ വാങ്ങിയതാണ് കേട്ടോ. പക്ഷെ ഇങ്ങനെ ഒരു ടോപ്പ് കേട്ടോ. ജില്ലായിട്ട് ഇങ്ങനെ കിടക്കണ്ട മെറ്റീരിയൽ അതിന് ഇങ്ങനെ ജില്ലായിട്ട് കിടക്കും. നല്ല രസമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. മെറ്റീരിയൽ ക്വാളിറ്റി ഇങ്ങനെ നമ്മളിങ്ങനെ
പിടിച്ച് ഇങ്ങനെ ക്രഷ് ചെയ്താലും നോ പ്രോബ്ലം. അങ്ങനത്തെ ഒരു ജിൽ ടൈപ്പാണ് കേട്ടോ ടോപ്പ് വന്നിട്ട്. കണ്ടോ, ഇങ്ങനെ നല്ല കളറാണെങ്കിലും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്, നല്ല രസമാണ്. അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഞാൻ വാങ്ങിയപ്പോഴത്തേക്കും സ്ലീവ്ലെസ് ആണ് കേട്ടോ, കൈയില്ല, സ്ലീവ്ലെസ് ആണ്. പക്ഷെ നല്ല സുഖമാണ് ഇടുമ്പോഴത്തേക്കും. പക്ഷെ ഒരു ഇന്നറും എന്തെങ്കിലും ഇടേണ്ടി വരും, കാരണം ഇത് നമ്മുടെ ബോഡിയിൽ നിന്ന് ഇങ്ങനെ അങ്ങ് വിട്ടുപോകും, ഇങ്ങനെ വിട്ട് അങ്ങനെ കിടക്കുന്ന ഒരു ടൈപ്പാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ അങ്ങനത്തെ എന്തൊരു ഇന്നർ, നല്ലൊരു ഇന്നർ നമ്മൾ ഇടേണ്ടി വരും കേട്ടോ. അടുത്ത ടോപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടുമെന്ന് പറയത്തില്ലേ, അതുപോലൊരു, ഞാൻ ഇതിന്റെ ഫോട്ടോ കണ്ടപ്പോഴത്തേക്ക്, ഫോട്ടോ ഞാൻ ഇവിടെ കൊടുത്തേക്കാം, ഫോട്ടോ കണ്ടപ്പോഴത്തേക്ക് പ്രിന്റ് ആണോ എന്നപ്പോൾ എനിക്ക് ചെറിയ സംശയം ഇങ്ങനെ തോന്നിയായിരുന്നു കേട്ടോ, പ്രിന്റ് അല്ലേ എന്ന്. എന്നാലും എനിക്ക് ആ കളർ ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ഓർഡർ ചെയ്തതാണ്. പക്ഷെ എന്ത് ചെയ്യാം, പ്രിന്റ് അല്ലടാ, ഇത് ഫുള്ള് വർക്കാ. കണ്ടോ, സീക്വൻസിന്റെ വർക്കാണ് കേട്ടോ ഇവിടെ ഫുള്ള് കൊടുത്തിരിക്കുന്നത്. ത്രെഡ് വർക്കും സീക്വൻസിന്റെ വർക്കാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. നമുക്ക് കാണാൻ പറ്റുന്നു ഫുൾ ഇവിടെ സീക്വൻസ് ഉണ്ട്, ഇങ്ങനെ ഓരോ കളറ്. ഒരു ടോപ്പ് കേട്ടോ, എന്നാൽ നല്ല കളറാണ്, ഇടുമ്പോഴത്തേക്ക് നല്ല രസമാണ്. ഇടുമ്പോഴത്തേക്കാണെങ്കിൽ ഞാൻ ഇത് ഇട്ടിട്ടുള്ള ഫോട്ടോ തന്നെ വീഡിയോ ഫോട്ടോ ഉണ്ടെങ്കിൽ കൊടുത്തേക്കാം. കുറച്ച് ടാസിൽസിലൊക്കെ ഇങ്ങനെ ഉണ്ട്, ടാസിൽസും പിന്നെ കൈ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ കയറിയിട്ടുള്ളതാണ് കേട്ടോ. നെക്ക് ഇവിടെ വരുമ്പോഴത്തേക്ക്, കൈ വരുമ്പോഴത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഇടുമ്പോഴത്തേക്ക് അതനുസരിച്ചിട്ട് ഇന്നർ ഇടണം. അപ്പോൾ പിന്നെ നല്ലൊരു ടോപ്പാണ് കേട്ടോ. കണ്ടോ, നിങ്ങൾ ഓർത്ത് വെച്ചോണം, ഇത് വളരെ അഫോർഡബിൾ റേറ്റ് കുറവില്ല കേട്ടോ. എൻ്റെ ചാനലും എൻ്റെ വീഡിയോയും നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ റേറ്റിനനുസരിച്ചിട്ട്, അഫോർഡബിൾ റേറ്റിനനുസരിച്ചിട്ട് ഞാൻ തരുന്ന കുറച്ച് ഡ്രസ്സുകളാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു, കാരണം ഞാൻ വാങ്ങിക്കുമ്പോഴത്തേക്കെല്ലാം അങ്ങനെയാണ്. അപ്പോൾ എൻ്റെ വീട്ടിലാണെങ്കിലും എൻ്റെ അമ്മയാണെങ്കിലൊക്കെ വിചാരിക്കുന്നത് ഞാൻ എന്തോ വലിയ റേറ്റിനുള്ളതാണ് വാങ്ങുന്നതെന്നൊക്കെ വിചാരമുണ്ട് കേട്ടോ. അമ്മ കേൾക്കാൻ വേണ്ടി പറയുന്നുണ്ട്, ഞാൻ വലിയ റേറ്റിനൊന്നുള്ളത് വാങ്ങുന്നതിലോട്ട് ഞാൻ ഈ 100 രൂപ എങ്ങനെ 100, 200 ആ റേറ്റിനുള്ളത് വാങ്ങുള്ളൂ. പിന്നെ ഇത് തന്നെയാണെങ്കിലും ഒരുപാട് കുറേ കളക്ഷൻ ഒന്നിച്ച് വെച്ചിട്ട് ഞാനിങ്ങനെ കാണിക്കുന്നു എന്നേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വിഷ്വലുണ്ട്, ഞാൻ എൻ്റെ എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാനിങ്ങനെ കൊടുത്തേ. ടോപ്പ് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ഇല്ലാതെ എന്താണ് ആഘോഷം എന്ന് പറയും പോലെ എനിക്ക് ഉള്ളതെല്ലാം ബ്ലാക്ക് ആണ് കേട്ടോ. ബ്ലാക്ക് വിട്ടൊരു കളിയില്ല. നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ഫേവറേറ്റ് കളർ എന്ന് പറഞ്ഞു തരണം ഇങ്ങോട്ട്. എനിക്ക് ബ്ലാക്ക് എൻ്റെ കൂടുതൽ ഏറ്റവും കൂടുതൽ ഡ്രസ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ ബ്ലാക്ക് കളറിലാണ് കേട്ടോ. ബ്ലാക്ക് വിട്ട് ബ്ലാക്ക് എത്ര എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ പോയി എടുക്കുന്നത് ബ്ലാക്കിലായിരിക്കും. അതുകൊണ്ട് ബ്ലാക്ക് ഇല്ലാതെ നോ വീഡിയോ, നോ ടോപ്സ്. കുഴപ്പമില്ല, നിങ്ങളുടെ രീതിയിൽ ചിലപ്പോൾ ഞാൻ ഓർഡർ ചെയ്യുന്നതാവും, പക്ഷെ കിട്ടുമ്പോഴത്തേക്ക് വാവ് എന്തൊരു ഫീൽ വരും കേട്ടോ. അങ്ങനെയൊക്കെ കിട്ടുന്ന ടോപ്സ് ആണ് ഈ ഒരു ടോപ്പ്. ബ്ലാക്ക് എൻ്റെ നെക്കിനാണ് കേട്ടോ പ്രത്യേകത വരുമ്പോഴത്തേക്ക്, കാരണം ബാക്ക് ഇങ്ങനെ നമ്മൾ ഇപ്പോഴത്തെ ബ്ലൗസ് കഴിഞ്ഞിട്ടില്ലേ, ബാക്ക് ഇങ്ങനെ കയറിയിട്ട് ഇങ്ങനെ ഫ്രണ്ട് നെക്ക് വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു, ഞാനൊരു വീഡിയോ കൊടുക്കാം കേട്ടോ. വീഡിയോ കൊടുക്കുമ്പോഴത്തേക്ക് കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല അടിപൊളിയാണ് കേട്ടോ, നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇങ്ങനെ ജിൽ അതിനാണ് നേരത്തെ കാണിച്ചിട്ട് വേറൊരു ടൈപ്പാണ് കേട്ടോ. ഇങ്ങനെ ഒരു മെറ്റീരിയൽ കണ്ടോ, ഇങ്ങനത്തെ ഒരു മെറ്റീരിയൽ. കഴുത്ത് വരുമ്പോഴത്തേക്ക് ഇങ്ങനെയാണ് കേട്ടോ കഴുത്ത് വരുന്നത്. കണ്ടോ, ഇങ്ങനത്തെ ഒരു കഴുത്ത്, ഇങ്ങനെ ഒരു കൈ വരുമ്പോഴത്തേക്ക്, കൈ പ്രത്യേകിച്ച് അതിൽ കൊടുത്തിട്ടില്ല, കൈയുടെ ഇങ്ങനത്തെ ഒരു ഇതാണ് കേട്ടോ. പ്രത്യേകിച്ച് അത് സ്റ്റിച്ചായിട്ട് അങ്ങനെ ഇല്ല. കൈ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ വരും. ഞാൻ വാങ്ങിയിട്ടൊരു എനിക്ക് 186 അങ്ങനെ എന്തോ ആയുള്ളൂ വാങ്ങിയിട്ടപ്പോഴത്തേക്ക്. നല്ല രസമാണ് കേട്ടോ, അടിപൊളിയായി, ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇടാൻ വേണ്ടിയിട്ട്. മിക്കവർക്കും ഒരു ഇഷ്ടം ഉണ്ടാവുമല്ലോ, ഓരോ കളറൊക്കെ, ചില കളർ വരുമ്പോഴത്തേക്ക് നമുക്ക് ചേരും അങ്ങനെയൊക്കെ. അതേപോലത്തെ ഒരു കളറാണ് കേട്ടോ. എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള ഒരു കളറാണ് വയലറ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വയലറ്റ് കളറ്. ഈ ഒരു ടോപ്പ് ഞാനിപ്പോൾ എൻ്റെ ലിങ്ക് കൊടുത്തേക്കാം, നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അവരുടെ സൈറ്റിലല്ല അവരുടെ ഇതിൽ തന്നെ ഒരുപാട് അഫോർഡബിൾ റേറ്റിന് ഒരുപാട് നല്ല ടോപ്സ് ഉണ്ട് കേട്ടോ. നല്ല രസം. ഞാനിങ്ങനെ അവരുടെ ഇതിൽ തന്നെ 3-4 എണ്ണം വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അടിപൊളി ടോപ്സ് ആണ് കേട്ടോ. കണ്ടോ, വയലറ്റ് കളറ് നല്ല രസമാണ്. ഇതിൻ്റെ തുണിയുണ്ടോ, ശ്രദ്ധിച്ചായിരുന്നോ? ഒരു ക്രഷ്ഡ് മെറ്റീരിയൽ പോലെ അങ്ങനെ ഇടുമ്പോഴത്തേക്കാണെങ്കിൽ ഭയങ്കര അങ്ങനെ ചില മറ്റേ ക്രഷ്ഡ് മെറ്റീരിയൽ ഇടുമ്പോഴത്തേക്ക് ഇങ്ങനെ സൈസ് തോന്നിക്കുന്നത്. ഇത് അങ്ങനെയല്ല കേട്ടോ. കൈയില്ല, സ്ലീവ്ലെസ് ആണ്, പക്ഷെ നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. വയലറ്റ് കളർ അടിപൊളിയാട്ടോ, അടിപൊളി. നമ്മൾ വാങ്ങിയാലും അടിപൊളിയായിരിക്കുമല്ലോ അല്ലേ? അങ്ങനത്തെ ഒരു ചിന്ത വേണം കേട്ടോ. നമ്മൾ എന്ത് ചെയ്താലും അടിപൊളിയായിരിക്കും. നമ്മൾ തന്നെ അടിപൊളിയാണ് എന്ന് ചിന്തിക്കണം കേട്ടോ. ഫുള്ള് ഇങ്ങനെ നെറ്റിൻ്റെ വന്നിട്ട് നല്ല രസമാണ് കാണാനായിട്ട്, നല്ല ഭംഗി, ബ്യൂട്ടിഫുൾ ടോപ്പ് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ഇത്രയും വർക്ക് ഇങ്ങനെ ഫുള്ള് വന്നിട്ട് ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു നെറ്റ് വന്നിട്ട് ഫുൾ നെറ്റാണ് കേട്ടോ. നമുക്ക് ഇങ്ങനെ അതനുസരിച്ചിട്ട് ഇതിൻ്റെ ഇടേണ്ടി വരും. കൈ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു കൈ വരുന്നുണ്ട്. താഴെ പ്രത്യേകിച്ചൊന്നുമില്ല, നോർമലായിട്ട് ഇങ്ങനെ കിടക്കും. പക്ഷെ ഇടുമ്പോഴത്തേക്ക് അടിപൊളിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ടോപ്പ്. ഇങ്ങനെ ഇടുന്നതിനെക്കാട്ടിൽ നമുക്ക് ചില ഡ്രസ്സുകൾ നമുക്ക് ഇടുന്നതിനെക്കാട്ടിൽ
വേണ്ടിയിട്ടും കാണാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ, അതേപോലത്തെ ഒരു ടോപ്പാണ് കേട്ടോ. എനിക്ക് ഇടുന്നതിന് ഇട്ട് കാണുന്നതിനെക്കാട്ടിലും ജസ്റ്റ് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അല്ല പെർഫ്യൂം അടിച്ച് ആപ്രിക്കോട്ട് അങ്ങനെ എന്തോ ഒരു പേരാണ് കേട്ടോ. അടുത്ത ഒരു ബ്ലാക്ക് ടോപ്പാണ് കേട്ടോ. ബ്ലാക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ കണ്ടതല്ല, ഇതും നെറ്റാണ്. അത് ന്യൂനൂൾ സ്റ്റാപ്പാണ് കൊടുത്തേക്കുന്നത്. സ്റ്റാപ്പൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ ചെയ്തേക്കുന്നതൊക്കെ. ഇങ്ങനെ ഒരു ഇവിടെ ഒരു ഇത് സ്റ്റാപ്പൊക്കെ നല്ല നല്ല ക്വാളിറ്റിയിലാണ് ചെയ്തേക്കുന്നത് കേട്ടോ. പിന്നെ അകത്ത് വരുമ്പോഴത്തേക്ക് ഒരു ഇന്നർ അതിന് കൂടെ തന്നെ അറ്റാച്ച്ഡ് ആണ് കേട്ടോ. ഇന്നർ വരുമ്പോഴത്തേക്ക് അറ്റാച്ച്ഡ് ആണ്. നല്ല രസമാണ് കേട്ടോ. ഒരു ഫ്രണ്ട് നെറ്റ് വരും. നെറ്റ് വന്നിട്ട് നല്ലൊരു കുഞ്ഞു ടോപ്പ്. ഒരു നല്ല പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, വലിയ അഹങ്കാരമൊന്നും ഇല്ല. അതൊരു നോർമൽ ടോപ്പ്. വെറും 200-200 ഉണ്ട്. മിക്ക തന്നെയാണ്. ഞാൻ ലിങ്ക് കൊടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എത്ര രൂപയ്ക്കാണ് വാങ്ങിയത് എന്ന്. അത് മനസ്സിലായി. അപ്പൊ നെക്സ്റ്റ് ടോപ്പ് വന്നിട്ട് ഇതാണ് കേട്ടോ. സ്കൂൾ പിള്ളേരുടെ യൂണിഫോം പോലെ ഇരിപ്പുണ്ടല്ലേ പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്ക്. പക്ഷെ അല്ല കേട്ടോ, ഇത് നല്ലൊരു കോട്ടൺ മെറ്റീരിയലാണ്. സോഫ്റ്റ് ആണ്, തുണി നല്ല സോഫ്റ്റ് ആണ്, പ്രത്യേകിച്ചൊന്നും പറയാനില്ല. താഴെ ഒരു പൂവിൻ്റെ ഒരു കുറച്ച് ഫ്ലവറിൻ്റെ കുറച്ച് ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. മെറ്റീരിയൽ കാണാൻ വേണ്ടിയിട്ടാണെങ്കിൽ നല്ല രസമാണ്. കോട്ടനാണ്, ചൂടെടുക്കത്തില്ല, നല്ല സുഖമാണ്, ഇടുമ്പോഴത്തേക്ക് അടിപൊളിയാണ്. ബാക്കിൽ മൂന്ന് ബട്ടൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല രസമാണ്, സിമ്പിളാണ്. തീരെ എക്സ്പെക്ട് ചെയ്യാണ്ട് നന്നായിട്ട് ഒരു അടിപൊളിയായിട്ട് കിട്ടിയ ടോപ്പാണ് കേട്ടോ. നിങ്ങൾക്ക് ഇതിനെ കാണുമ്പോഴത്തേക്ക് മനസ്സിലാവും കേട്ടോ എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നതെന്ന്. അത് മാത്രമല്ല എൻ്റെ ഫേവറേറ്റ് കളറായ ബ്ലാക്കും കൂടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഇത് കാണിച്ചു തരാവേ. ഇതാണ് കേട്ടോ അത്. അയ്യോ, ഇത് ഫുള്ളും കണ്ടോ സ്റ്റോണിന്റെ ഓരോ വർക്കാണ് കേട്ടോ ചെയ്തേക്കുന്നത്. കണ്ടോ ഫുൾ സ്റ്റോണാണ് കേട്ടോ. ഇത് മുത്താണ്. സൗണ്ട് കേൾക്കുന്നുണ്ടാവും. ഇത് ഫുള്ള് മുത്താണ് കേട്ടോ. ഇതിന്റെ റേറ്റ് ഞാൻ ഇവിടെ കൊടുത്തേക്കും. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എത്ര രൂപയ്ക്കാണ് ഇത് വാങ്ങിയത് എന്ന്. ഞാൻ കുറച്ച് നാളായി കേട്ടോ വാങ്ങിയിട്ട്. അത് മാത്രമല്ല, ഞാൻ ഈ കാണിക്കുന്നത് മിക്കതും ഞാനിങ്ങനെ കളക്ട് ചെയ്ത് ഒന്നിച്ച് വാങ്ങിയതും അല്ല കേട്ടോ. ആഫ്റ്റർ വാഷാണ്. എല്ലാം കഴുകിയതാണ്, ഒന്നും കഴുകാത്തതില്ല. എല്ലാം കഴുകിയതിനു ശേഷമുള്ള റിവ്യൂകളോടെ ഞാൻ ഈ പറയണേ. ഒന്നിനും ഒരു കോട്ടം ഇതുവരെ സംഭവിച്ചിട്ടില്ല. അപ്പൊ ഈ ടോപ്പ് കേട്ടോ ഇത് അടിപൊളിയാണ് കേട്ടോ. എന്ത് രസം നോക്കിക്കേ. അതിന്റെ മെറ്റീരിയൽ ഉണ്ടോ ഒരു ഇങ്ങനെ സ്ട്രെച്ചബിൾ ആണ് കേട്ടോ. മെറ്റീരിയൽ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ സ്ട്രെച്ചബിൾ ആണ് കേട്ടോ. കൈയായിരുന്നാലും ബോഡിയിലായിരുന്നാലും ഇങ്ങനെ താഴെ വരുമ്പോഴത്തേക്ക് ഇവിടെ ഈ ഒരു ഭാഗം വരുമ്പോഴത്തേക്ക് ഒരു 2-3 വരുമ്പോഴത്തേക്ക് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ് കേട്ടോ. അപ്പൊ ഇത് അടിപൊളി ടോപ്പ് അല്ലേ കാണുമ്പോൾ. അടുത്ത ടോപ്പ് കേട്ടോ. അടുത്തെന്ന് പറഞ്ഞാല് ഇതാണ് ഞാൻ ഈ കാണിച്ചതിൽ ഏറ്റവും കൂടുതൽ വില കുറവിൽ ഞാൻ വാങ്ങിയ ഒരു ടോപ്പാണ് കേട്ടോ. അതായത് 88 രൂപ. നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോഴത്തേക്ക് മനസ്സിലാവും. വെറും 88, അതായത് 88 രൂപയ്ക്ക് ഞാൻ വാങ്ങിയ ടോപ്പാണ്. അതാണ് ഇത്. പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു കാഷ്വൽ ഒരു കോട്ടനാണ്. നല്ല സുഖമാണ്, ഇടാനായിട്ട് നല്ല സ്മൂത്താണ്. പിന്നെ കുഞ്ഞ് ത്രെഡ് വർക്കാണ് കേട്ടോ. ഇത് പ്രിന്റ് അല്ല, കുഞ്ഞു ത്രെഡ് വർക്ക്. നല്ല രസമാണ് കേട്ടോ കാണിച്ചേക്ക്. നല്ല കുഞ്ഞു ത്രെഡ് വർക്കിൽ വെറും 88 രൂപയ്ക്ക് ഞാൻ വാങ്ങിയതാണ് കേട്ടോ ഈ ഒരു ടോപ്പ്. ലാസ്റ്റ് കേട്ടോ. ലാസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വിഷമമുണ്ടോ? കുഴപ്പമില്ലല്ലോ, ഞാൻ പോവാണെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് വിഷമമൊന്നും വരരുത്. ഞാൻ നാളെ വരും കേട്ടോ. അപ്പൊ ലാസ്റ്റ് ആണ്. ഞാൻ അങ്ങനെ പോകത്തൊന്നുമില്ല. ഞാൻ പോകാനല്ല വന്നത്, ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവനാടാ എന്ന് പറയുമ്പോൾ ഒറ്റയ്ക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ ലാസ്റ്റിലത്തെ ടോപ്പാണ് ഈ ഒരു വൈറ്റ് ടോപ്പ് വന്നിട്ട്. നല്ല രസമുണ്ടല്ലേ, നല്ല സിമ്പിൾ ഒരു ടോപ്പാണ്. പക്ഷെ നല്ല അടിപൊളി ടോപ്പാണ്. എനിക്ക് ഇടുമ്പോഴത്തേക്കാണെങ്കിൽ നല്ല സുഖമാണ്. ഫ്രണ്ടിൽ കണ്ടോ ഒരു പ്രത്യേക ഒരു ഡിസൈനാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. ലവിന്റെ കുറച്ച് നെറ്റ് വന്നിട്ട് ഫുള്ള് ഈ നെറ്റാണ് കേട്ടോ. അതിന് ചുറ്റും ഇങ്ങനെ നെറ്റ് ഇങ്ങനെ കൊടുത്തേക്ക്. നെറ്റിന്റെ തന്നെ ലവിന്റെ കുറെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് എല്ലാ ഡ്രസ്സുകളും ഇഷ്ടമാണ്. ഞാൻ എടുക്കുന്ന കാരണം ഞാൻ നമ്മൾ ഇരുന്ന് സെലക്ട് ചെയ്ത് നോക്കി എടുക്കുന്നില്ല. അപ്പം നമുക്ക് എല്ലാത്തിനോടും എല്ലാ ഡ്രസ്സിനോടും ഒരു കുഞ്ഞു പ്രോഡക്റ്റ് ആണ്. എനിക്കിങ്ങനെ കുഞ്ഞു സാധനങ്ങൾ സാധാരണ അങ്ങനെ എല്ലാവരും ഇങ്ങനെ വെറുതെ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങൾ, പ്രോഡക്റ്റുകൾ അങ്ങനെ കാണാനാണ് കേട്ടോ എനിക്കിഷ്ടം. കുഞ്ഞു ക്യൂട്ട് സാധനങ്ങളിൽ ഹാപ്പി കണ്ടെത്തുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ ഇതാണ് കേട്ടോ ലാസ്റ്റ് ടോപ്പ് വന്നിട്ട്.
ഇതും എൻ്റെ കൈ ഉണ്ടോ, എൻ്റെ പ്രത്യേകിച്ച് കൈ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ കൊടുത്തിട്ടില്ല കേട്ടോ. പക്ഷെ നല്ല രസമാണ് കേട്ടോ മെറ്റീരിയൽ. പിന്നെ കുറച്ച് ബോഡി ഹഗ്ഗിങ് ആണ്, എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി എങ്ങനെയാണോ വരുന്നത് ആ രീതിയിൽ നമ്മൾ ഹഗ് ചെയ്ത് വരും. അപ്പോൾ കുറച്ച് ചെസ്റ്റ് കുറച്ചുള്ളവർക്ക് കുറച്ചൊന്ന് പ്രൊജക്റ്റ് ചെയ്ത് ചെറുതായിട്ടൊന്ന് കാണിക്കുക ഒരു ചെറിയൊരു ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ ചെയ്യണം. അപ്പോൾ പിന്നെ ഇതായിരുന്നു കേട്ടോ ഇന്നത്തെ വീഡിയോ. മീഷോയിൽ തന്നെ ഒരുപാട് ടോപ്സും പിന്നെ ടീഷർട്ട് ഉണ്ട്, പിന്നെ ബോട്ടം വെയർ ഉണ്ട്, ജീൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് ഹോൾ വീഡിയോസ് ഒക്കെ ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രത്യേകിച്ച് കാണണമെങ്കിൽ പറയണം കേട്ടോ. നമുക്ക് അതെല്ലാം കൂടിയിട്ട് ചെയ്യാം. ദിവസം ഇങ്ങനെ കിടക്കില്ല, നമുക്ക് എല്ലാം ചെയ്യാന്നേ, ഓരോന്നോരോന്നായിട്ട് ചെയ്യാം. ഞാനിവിടെ ഇപ്പില്ല, നിങ്ങൾ എന്നെ വിശ്വസിക്കും, ഞാൻ ചെയ്ത് എല്ലാം ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെന്നോ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോഡക്റ്റ് കാണണമെന്നോ മീഷോയിലാണെങ്കിൽ ഫ്ലിപ്കാർട്ടിലാണെങ്കിൽ ആമസോൺ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ. എൻ്റെ മാക്സിമം ഞാൻ ട്രൈ ചെയ്തതാണ്. അപ്പോൾ ഇതായിരുന്നു കേട്ടോ ഇന്നത്തെ വീഡിയോ വന്നിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഈ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ ഇരുന്ന് കാണട്ടോ, അപ്പോൾ കുഴപ്പമില്ലല്ലോ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇങ്ങനെ ഇരുന്ന് കാണുമോ, ഇപ്പോൾ വീഡിയോ ഇരുന്ന് കാണാൻ എന്താണ് കുഴപ്പം? വെറുതെ പോകുന്ന സമയങ്ങളില്ല, നിങ്ങളിരുന്ന് കാണും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഇൻസ്റ്റാഗ്രാം വീഡിയോ ഫോളോ ചെയ്യണം കേട്ടോ. ഇൻസ്റ്റയിൽ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും ചെറിയ ചെറിയ എൻ്റെ കുഞ്ഞു വിശേഷങ്ങളും സ്റ്റാറ്റസും ഒക്കെ കണ്ടിരിക്കാം. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കാം. അപ്പോൾ എല്ലാവരും ഇൻസ്റ്റാഗ്രാമും ഫോളോ ചെയ്യണം. ഞാൻ നിർബന്ധിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്താൽ അപ്പോൾ അതിലും കൂടെ എന്നെ കാണാമല്ലോ. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. സപ്പോർട്ട് ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യാനാണ്? അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.